ഈ വിജിലൻസ് മേധാവിയായിരിക്കെ ശബരിമലയിലെയും അതുപോലെ മറ്റ് ദേവസ്വം ആസ്ഥാനങ്ങളിലെയും ഒക്കെ നിരവധി അഴിമതികൾ പുറത്തു കൊണ്ടുവന്ന ഒരു IPS ജേക്കബ് തോമസ്. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ കണ്ണിലെ കരടായി മാറുകയും ചെയ്തു. സർക്കാരിൻ്റെ ഇഷ്ടപാത്രമല്ലായിരുന്നു ജേക്കബ് തോമസ്. അതുകൊണ്ട് അവസാനം വിരമിക്കലിന് തൊട്ടു മുമ്പ് ആരും കേട്ടിട്ടില്ലാത്ത ഏതോ ഒരു വകുപ്പിൽ കൊണ്ടുവന്ന് ഒതുക്കിയിരുത്താൻ വരെ നോക്കി. പക്ഷെ അങ്ങനെ ഒതുങ്ങുന്ന ആളല്ല ജേക്കബ് തോമസ് എന്ന് പലവട്ടം തെളിയിക്കുകയും ചെയ്തു. അദ്ദേഹം സർവീസിലിരുന്നു കൊണ്ട് പുസ്തകം എഴുതി എന്നുള്ള പേരിലും അദ്ദേഹത്തിൻ്റെ മേൽ പലതരത്തിലുള്ള നടപടിയും ഈ സർക്കാർ കൈക്കൊണ്ടു എന്നുള്ളതാണ്. ഇപ്പോൾ ശബരിമല വിവാദം കത്തിക്കയറി നിൽക്കുന്ന അവസരത്തിലാണ് അദ്ദേഹം അതിൻ്റെ അന്വേഷണ പുരോഗതിയെക്കുറിച്ച് ഒരു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഈ അന്വേഷണം ശരിയായ ദിശയിൽ അല്ല. കാരണം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് പരിമിതിയുണ്ട്. ഈ CBI അന്വേഷണമാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. കാരണം ഈ സ്വർണ്ണപ്പാളികൾ ഈ സംസ്ഥാനം വിട്ട് ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോയി. ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം എന്ന് പറയുമ്പോൾ ഇതര സംസ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെടത്തില്ല. അതിനൊരു പരിമിതിയുണ്ട്. ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണ്ണപ്പാളികളുമായിട്ട് ആന്ധ്ര, കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര അയ്യപ്പ ഭക്തർ ധാരാളം എത്തുന്ന ഇടങ്ങളിലേക്ക് ചെന്നിട്ടുണ്ട്. അതിലൂടെ വലിയ പണസമ്പാദനം നടത്തിയിട്ടുമുണ്ട് എന്നുള്ളത് നമ്മൾ വാർത്തകളിലൂടെ അറിഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ആ സ്ഥിതിക്ക് അവിടങ്ങളിൽ പോയി അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. അതിൽ ക്രൈംബ്രാഞ്ചിൻ്റെ പരിമിതി കൃത്യമായി അറിയാവുന്ന ആളാണ് ജേക്കബ് തോമസ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇതിനകത്ത് CBI അന്വേഷണം തന്നെയാണ് ആവശ്യം. CBI അന്വേഷണമാകുമ്പോൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അല്ലെങ്കിൽ വിദേശത്തേക്ക് പോയി അന്വേഷണത്തിലേക്ക് പോകാനുള്ള സഹായവും അവർക്ക് ലഭിക്കും എന്നുള്ളതാണ്. CBIക്ക് ഇന്ത്യയിൽ എവിടെയും വളരെ സുതാര്യമായ രീതിയിൽ തന്നെ കടന്നു ചെല്ലാവുന്നതാണ്. അപ്പം ഇതിന് CBIക്ക് ഇപ്പൊ ക്രൈംബ്രാഞ്ച് ആവുമ്പോൾ എപ്പോഴും പക്ഷം പിടിക്കേണ്ടി വരും. CBIക്ക് പക്ഷം പിടിക്കേണ്ടതില്ല. ദേവസ്വം ബോർഡിൽ പോലീസിലെ ഉന്നതരുടെ ബന്ധുക്കളുണ്ട്. പിന്നെ അതുപോലെ അവരെയെല്ലാം സംരക്ഷിക്കേണ്ടത് കൊണ്ട് ഈ ക്രൈംബ്രാഞ്ചിന് പക്ഷം പിടിച്ചേ പറ്റൂ. ഒന്ന് നോക്കണം, പറയുന്നത് ഒരു സംസ്ഥാനത്തിന്റെ മുൻ DGP ആയിരുന്ന ജേക്കബ് തോമസ് ആണ് ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണല്ലോ അന്വേഷണം എന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ പറയുന്നത്, ഈ ഭക്തര് കാണിക്കയായിട്ടോ വഴിപാടായിട്ടോ ക്ഷേത്രത്തിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പൊതുസ്വത്താണ്. ഈ പൊതുസ്വത്ത് സംരക്ഷിക്കേണ്ടത് ആരാണ്? സർക്കാരാണ്. പൊതുജനങ്ങളെയും പൊതുസ്വത്തും സംരക്ഷിക്കപ്പെടേണ്ട ബാധ്യത സർക്കാരിനാണ്. ആ പൊതുസ്വത്ത് സർക്കാർ തന്നെ സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരോ ഭരിക്കപ്പെടുന്നവരോ കവർച്ച ചെയ്യുകയാണെങ്കിൽ, തട്ടിമാറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ഭരണ നേതൃത്വത്തിലുള്ള വിശ്വാസ്യതയല്ലേ നമ്മൾക്ക് നഷ്ടപ്പെടുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും ഭരണ നേതൃത്വം പരാജയമാണെന്ന് ഹൈക്കോടതി തിരിച്ചറിഞ്ഞിട്ടാണ് കണക്കെടുപ്പിനും അന്വേഷണത്തിനും ഉത്തരവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ CBI അന്വേഷണത്തിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഭരിക്കുന്നവരെപ്പോഴും പറയുമല്ലോ, ഈ കൈകൾ ശുദ്ധമാണ്, ഞങ്ങളുടെ മടിയിൽ കനമില്ല, കനമുള്ളവനല്ലേ ഭയപ്പെടേണ്ടു എന്നൊക്കെ പറയാറുണ്ട്. ആ കൈകൾ ശുദ്ധമാണെങ്കിൽ ഒരു നിമിഷം പോലും വൈകിക്കേണ്ട കാര്യമില്ല. അന്വേഷണം CBIക്ക് വിടുകയാണ് മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. ഇത് കോടതിയെ തന്നെ വിവരം അറിയിക്കാം. ഈ അന്വേഷണം CBIക്ക് വിടുക എന്ന്. കോടതി അതിനകത്ത് യാതൊരു താമസവും വരുത്തതില്ല. അത് CBIക്ക് വിടും. CBI ഉടൻ തന്നെ അന്വേഷണത്തിലേക്ക് വരികയും ചെയ്യും.
ഇത് ഒരു കാര്യം ഓർക്കണം, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ? ഒരുപക്ഷെ CBIയിലേക്ക് ചിലപ്പോൾ പോകുമായിരിക്കാം. ഇത് നീട്ടിക്കൊണ്ടുപോകും. നീട്ടിക്കൊണ്ടുപോകുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ സർക്കാരിന് നൽകുന്ന ഈ കാണിക്ക മുഴുവൻ ഉത്തരവാദിത്തത്തോടുകൂടി സംരക്ഷിക്കുക എന്നുള്ളതാണ് സർക്കാർ ചെയ്യേണ്ടത്. ആ ഒരു സന്ദേശമാണ് ഭക്തർക്ക് വേണ്ടതും. അല്ലെങ്കിൽ കോടാനുകോടി ഭക്തജനങ്ങൾ എത്തുന്ന ശബരിമലയിൽ കിട്ടുന്ന വരുമാനം തന്നെ ഗണ്യമായി കുറയാനിടയാകും. നോക്കുക, വരാൻ പോകുന്ന തീർത്ഥാടന കാലത്തിൽ ഗണ്യമായ രീതിയിൽ ഈ വരുമാനം കുറയും. അതുപോലെ തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വൻ വ്യവസായികളായിട്ടുള്ള ഭക്തരുണ്ട്. അവർ ശബരിമലയ്ക്ക് എന്തും നൽകാനായിട്ട്, പൊന്നായിട്ടോ തങ്കമായിട്ടോ ഒക്കെ നൽകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട്. അവരിൽ നിന്നുള്ള സ്പോൺസർഷിപ്പ് പോലും അകന്നു പോവുകയായിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ ശബരിമലയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ സ്പോൺസർഷിപ്പിലാണ്. 18-ാം പടിക്ക് മുകളിൽ ഇപ്പോൾ കാണുന്ന ഒരു മേൽക്കൂരയുണ്ട്. അതായത് പടിപൂജ നടത്തുമ്പോൾ നനയാതെ നിൽക്കുന്നതിനുള്ള സൗകര്യം. അത് ലക്ഷങ്ങൾ മുടക്കിയാണ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഒരു കർണാടകത്തിലുള്ള ഒരു ഭക്തന്റെ വകയാണ്. 18-ാം പടി പഞ്ചലോഹം പൊതിഞ്ഞിരിക്കുന്നത് അതും ഒരു കർണാടകയിലുള്ള ഒരു ഭക്തന്റെ വഴിപാടാണ്. അപ്പോൾ തിരിച്ച് ഇദ്ദേഹത്തിനോട് ജേക്കബ് തോമസ് പറയുന്ന വേറൊരു കാര്യമുണ്ട്. അതായത് ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്നത് പണമായിട്ട് കൊണ്ടുപോയിട്ടുണ്ടാകുക, അതിലേക്ക് വന്നിട്ടില്ല. പിന്നെ സ്വർണമാണ് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പൊ ഈ കവർന്ന സ്വർണം വീണ്ടെടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറയുന്നത്, മോഷണ സ്വർണം അതിനെ ഉരുക്കി രൂപം മാറ്റാം. സ്വർണ്ണ എന്ത് വേണേലും ആക്കാമല്ലോ. സ്വർണ്ണ കട്ടിയാണ്, അതിനെ മാലയോ മോതിരമോ എന്ത് വേണമെങ്കിലും ആക്കി മാറ്റാം. അതിന്റെ രൂപം തന്നെ മാറ്റുന്നു. ഈ രൂപം മാറ്റിക്കഴിഞ്ഞാൽ അത് കണ്ടെടുക്കുക അത്ര എളുപ്പമല്ല. തൊണ്ടി മുതൽ അങ്ങ് മാറുകയാണ്. അപ്പോൾ ഇതൊക്കെ അന്വേഷണം നീട്ടിക്കൊണ്ടു പോകുന്നതിനിടയ്ക്ക്, അല്ലെങ്കിൽ 2019 മുതൽ എന്നാണ് പ്രധാനമായിട്ടും പറയുന്നത്, അത് മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഈ 5-6 വർഷത്തിനിടയ്ക്ക് ഇതൊക്കെ കൊണ്ടുപോയി പണസമ്പാദനവും നടത്തി ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ വിറ്റഴിഞ്ഞോ അല്ലെങ്കിൽ വിദേശത്തേക്ക് കൊണ്ടുപോയി വിറ്റഴിഞ്ഞോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരുന്നു. ഇതിനൊരു ദിവ്യത്വമുണ്ട്. ഇത് സാധാരണ മറ്റൊരിടത്തു നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന സ്വർണ്ണപ്പാളി അല്ല. ശബരിമലയിലെ ശ്രീകോവിലിന്റെ ഇരുവശവുമായിട്ടുള്ള ദ്വാരപാലകരുടെ അണിഞ്ഞിരുന്ന ആ പാളിയാണ് ഇത്. വിജയമല്യ ശ്രീകോവിലിന്റെ ചുറ്റിനും ആയിട്ട് സമർപ്പിച്ച 30 കിലോയിലധികം വരുന്ന സ്വർണമാണത്. അതാണ് ഇവർ കൊണ്ടുപോയി ഇതിന് പകരമായിട്ട് ചെമ്പ് ഇവിടെ നിർത്തിയിരുന്നത്. അപ്പോൾ ഇതൊരു വലിയ കൊള്ളയാണ് നടത്തിയിരുന്നത് എന്നുള്ളത് നമുക്ക് പകൽ പോലെ തന്നെ വ്യക്തമാണ്. അപ്പോൾ ഈ അന്താരാഷ്ട്ര വിപണിയിൽ വലിയ വിലയുണ്ട് ഈ ദിവ്യത്വമുള്ള ഈ സ്വർണ്ണപ്പാളിക്ക്. അപ്പോൾ ഇതിനകത്ത് ഈ കവർന്ന സ്വർണം വീണ്ടെടുക്കാൻ കഴിയാതെ വരുന്നതും അന്വേഷണത്തിലേക്ക് പിന്നെ വഴിമുട്ടുന്നതായ കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് CBI അന്വേഷണം തന്നെ വേണം. കൈകൾ പരിശുദ്ധമാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് CBI അന്വേഷണത്തിന് ഒരു ഉത്തരവിട്ടുക, ഒരു ഒപ്പിട്ട് കോടതിയെ വിവരം ധരിപ്പിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് ജേക്കബ് തോമസ് ചോദിക്കുന്നത്. ഒപ്പിട്ട് CBI അന്വേഷണം വന്നാൽ കുടുങ്ങുന്നത് വൻ നിരകൾ തന്നെയായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.